Vanidam Margin Free Supermarket, a woman empowerment project of CFCICI and Central Bazaar. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മൂമ്മ ഞങ്ങളെ കൊച്ചിൽ വെളുപ്പാങ്കാലത്തെ വിളിച്ചോണത്തി കിണറ്റിങ്കരയെ കൊണ്ടുവച്ച് ആ പച്ചവെള്ളം കോരി തലയിലൊഴിച്ച് അപ്പം തന്നെ നെയ്യാറ്റിൻകര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോകും. എൻ്റെ പൊന്നോ എന്തോ ഒരു തണുപ്പാണെന്നറിയാവോ. അപ്പം ഞങ്ങളുടെ ടീമായിട്ട് മഞ്ജുളാത്ത അനിതകുമാരിയില്ലേ, ആ ടീം കാണും. പിന്നെ രാഘവനും ടീമും കാണും. ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നിർമ്മാല്യം തൊഴുത് അത് മാവേലിക്കര അങ്ങനൊക്കെ തന്നെ ആയിരുന്നു ചേച്ചി. അത് പിന്നെ എൻ്റെ അമ്മയാ എല്ലാവരെയും വെളുപ്പാങ്കാലത്തെ വിളിച്ചെണീപ്പിച്ച് കുളിപ്പിച്ച് നിർമ്മാല്യം തൊഴിക്കാൻ കൊണ്ടുപോകും. അങ്ങനെ ആയിരുന്നു അവിടെ. അമ്മ എന്നെ കൊണ്ടുവരുന്നല്ലേ അമ്മ? പിന്നെ പ്രത്യേകിച്ച് പാഴൂര് പെരുന്തിർക്കോവില്ലേ വൃശ്ചിക സമയത്ത്. പക്ഷെ ഇവനുണ്ടല്ലോ, ഇവന് ഭയങ്കര മടിയാ. പക്ഷെ നീലുവിന് അവള് കുണുങ്ങി അവള് ഭയങ്കര സാമർത്ഥ്യത്തിൽ അവള് വരുമായിരുന്നു. അവൾക്ക് ഇപ്പോഴും അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് അല്ല, നീ ആണെങ്കിലേ ഇപ്രാവശ്യം അവിടെ വന്നിട്ട് നീ അമ്പലത്തിൽ പോയായിരുന്നു? അയ്യോ പോണമെന്ന് വിചാരിച്ചു, പക്ഷെ പോകാൻ പറ്റിയില്ല. ഇനി വരുമ്പോൾ പോണം. എനിക്കും പോണം. നമുക്കേടാ നിർമ്മാല്യം തൊഴാൻ പോവാ. എനിക്കും തരണം നിർമ്മാല്യം. മക്കളെ കൊണ്ടുപോവാ നിർമ്മാല്യം തൊഴാൻ. പിന്നെ രാവിലെ 9 മണിക്ക് എണീറ്റ് നേരെ കുളിക്കത്തില്ല. അവളാണ് വെളുപ്പിനായിട്ട് കുളിച്ച് പോകാൻ പോണത്. എനിക്കാണെങ്കിൽ ശർക്കര പോണമെന്നുണ്ട്. ശർക്കര ആണെങ്കിൽ നടക്കാൻ പോണില്ല. നടക്കണ്ട അത് വിട് അല്ലേ. നമുക്കേ എന്തായാലും അമ്മൂമ്മമാര് വന്നില്ലേ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ? ഇന്നലെ ഇപ്പൊ രണ്ടമ്മമാരും കൂടെ ചേർന്നിട്ട് താളുകറി ഉണ്ടാക്കിയല്ല, അത് വെജ്. ഇനി നോൺ വെജ്. ചേച്ചി നോൺ വെജാ? മോളെ, എനിക്ക് ഇറച്ചിക്കറി എനിക്ക് അത്ര ഇഷ്ടമാണ്. എന്നാ നമുക്ക് ഫിഷ് പിടിക്കാം. പൊരിക്കണം. ഞാൻ പൊരിക്കണം എന്ന് പറഞ്ഞാലും അതെ, പൊരിക്കണം. നീ പൊരിക്കാതെ കഴിച്ചാൽ പച്ചക്ക് കഴിക്കുന്നു. എന്നാ പിന്നെ നമുക്ക് വലിയൊരു മീൻ മേടിച്ച് എന്റെ തലയെടുത്ത് കറി വെക്കും. ഈ ചെറുക്കന്റെ കാര്യം അവനും അവന്റെ അച്ഛന്റെ തലക്കറിയും തലയും എടാ അന്ന് വച്ചല്ലേ തലക്കറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടു വയ്ക്കാം. രണ്ടും വെച്ചതല്ലേ? ശരിയാണ്. ഞാനൊരു ഐറ്റം ഉണ്ടാക്കി തരാം, അടിപൊളിയായിരിക്കും. എന്തോ മോളെ അത്? ഡാ കുറച്ച് കൊഞ്ച് പിടിച്ചിട്ടോ മാർക്കറ്റിൽ പോയി. കൊഞ്ച് പൊരിക്കാനാണോ? അല്ല, കൊഞ്ച് റോസ്റ്റാണ് അമ്മ ഉദ്ദേശിക്കണേ. അമ്മ കൊഞ്ച് റോസ്റ്റ് വെച്ചാൽ പൊളിക്കും. അവൾ ഉദ്ദേശിച്ചത് കൊഞ്ച് തീയലായിരിക്കും അല്ലേ? എന്തോ നമ്മ കൊഞ്ച് തീയലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണതാണ്. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊഞ്ചം നിലവ് കൊഞ്ചം നിലവ്. ഇത് കൊഞ്ച് വെച്ചിട്ട് അമ്മയുടെ മനസ്സിൽ വേറെ എന്തോ ആണ്. അതെ അതെ അതെ. കൊഞ്ച് ബിരിയാണി അടിപൊളിയായിരിക്കും. കൊഞ്ച് ബിരിയാണിയാ? ഞാൻ ഒരു പൊളിക്കും. ഞാനും. മോളെ നെയ്യ് കുറച്ച് ചേർക്കണം, എനിക്കിപ്പോൾ പറ്റുന്നില്ല നെയ്യ് ഒരുപാട്. നെയ്യ് കുറച്ച് ചേർക്കോളൂ അമ്മ, അമ്മയ്ക്ക് കഴിക്കണ്ടല്ലേ, കുറച്ച് നെയ്യ് ചേർക്കോളൂ. ഡാ അപ്പൊ കൊഞ്ച് മേടിക്കാൻ ആരാ പോണേ? ശ്രീ പോവും. കഥ കേട്ടോണ്ടിരിക്കാതെ കൊഞ്ച് വാങ്ങിച്ചിട്ട് പോവേ. വെറുതെ ചുമ്മാ ഇല്ലടാ. ഞാൻ റെഡി ആയിട്ട് വരാം. ഡാ അവിടുന്ന് വലിയ കൊഞ്ച് മേടിക്കരുതും ചെറിയ കൊഞ്ച് മേടിക്കരുതും, അതിന് ഇടത്തരമുള്ള കൊഞ്ച് മേടിച്ചാൽ മതി. നല്ല ഫ്രഷ്. ഓക്കെ. അത് കിള്ളി മേടിച്ചോണ്ട് വരാം കേട്ടോ. അതായത് അത് വൃത്തിയാക്കിയിട്ട് മേടിച്ചോണ്ട് വരാം. തോട് കളഞ്ഞ അല്ലേ പറ്റത്തില്ല. ഇത്രയും കൊഞ്ചിട്ട് എങ്ങനെയാണ് ചെയ്യും? അതാണ് അവർ ക്ലീൻ ചെയ്ത് തരും. ക്ലീൻ ചെയ്ത് തരും. നീ പോണില്ലേ? മാമൻ ഡ്രസ് മാറാൻ പോയതാണ്, അങ്ങോട്ടും പോണോ? അതെന്താ അങ്ങോട്ട് പോയാല്? അതിനെന്താ മാമാ ഡ്രസ് മാറില്ല, ഞാനും പറഞ്ഞു. എന്തിനാ പറഞ്ഞൂടാ, അവര് വരാൻ പറഞ്ഞു. മാമൻ ഡ്രസ്സ് മാറുന്നില്ല, ഇവനെന്താ മാമൻ ഡ്രസ്സ് മാറില്ല ഞാനും വരുന്നെന്ന്. ബാക്കിയുള്ള സാധനമൊക്കെ റെഡി ആക്കണ്ടേ? കുറച്ച് ഉള്ളിയും സാധനങ്ങളൊക്കെ മതിയല്ലോ. എന്നാ പിന്നെ നമുക്ക് അടുക്കളയിലോട്ട് വാ. മാമോയ് എല്ലാരും ഞെട്ടും കേട്ടാ. പിന്നെ അല്ല, ഒറ്റ ഇരിപ്പിന് എല്ലാരും കൂടെ തിന്നു തീർക്കും. മാമന്റെ അടുത്ത് കുറച്ച് കൊഞ്ച് പിടിക്കാൻ പറഞ്ഞപ്പോ 5 കിലോ കൊഞ്ച് പിടിച്ചോളന്നല്ല. എടാ എല്ലാരും കഴിക്കട്ടടാ. നിനക്ക് തന്നെ വേണ്ട ഒരു 1.5 കിലോ? അങ്ങനെ പറയണേ? അതുള്ളല്ലേ അവനറിഞ്ഞൂടെ? ഞാൻ 2 പീസാ എല്ലാം കഴിച്ചാ കഴിച്ച്, പിന്നെ വിശക്കുമ്പോ വല്ലോ കഴിച്ചാ അങ്ങനെ കഴി. അമ്മൂമ്മോയ് വേണ്ട, നല്ല സൂപ്പർ ചെമ്മീൻ നോക്ക്. എടാ പയ്യെ വയ്ക്കടാ മോനെ. അത് തന്നെ വെള്ളം തെറിക്കുന്നു. ഐസ് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ അത് ഫ്രഷ് ചെമ്മീനായിരുന്നു, എന്നാലും കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി ഐസ് ഇട്ടു. ആഹാ, ദേ നല്ല ചെമ്മീൻ. വലിയ ചെമ്മീനാന്നല്ലോ. നല്ല വെള്ള ചെമ്മീൻ. മോനെ എത്ര രൂപയാടാ? ഇത് കിലോ 400. കുറച്ചെടുത്ത് പൊരിക്കണം. കുറച്ചെടുത്ത് പൊരിക്കണം. അവള് അവളുടെ പൊരിപ്പും പോകണ്ടേ. അതെ അതെ. ഇത് ശരിയാക്കി എടുക്കണ്ടേ ഇനി? ഓ പിന്നെ ശരിയാകണ്ടേ. പിന്നെ ഇതിന് ചേർക്കാനുള്ള ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? ചേച്ചി എടുത്ത് ചോദിച്ചിട്ട് വാങ്ങിക്കാം. വാങ്ങിക്കുമ്പോ 2 ചോക്ലേറ്റും കൂടെ വാങ്ങിക്കണേ. ഇവിടെ എന്ത് ചെയ്യണമെന്നറിയൂ അമ്മൂമ്മോ? ഇപ്പം സാധനം എല്ലാം അവിടെ മേടിച്ചിട്ട് വന്ന് റെഡി ആകുമ്പോഴത്തേന് 2 മണി 3 മണി ആവൂലേ? എനിക്കാണെങ്കിൽ ഇപ്പളേ വിശക്കാൻ തുടങ്ങി. ഇതുപോലെ ആയിരുന്നു ബാലു.
12 മണിയാകുമ്പോഴേ വിളി തുടങ്ങും. അമ്മ 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 എന്നും പറഞ്ഞു. 1 മണിയാകുമ്പോൾ അവന് ചോറുണ്ണണം. 1 മണിയാകുമ്പോൾ അവിടെ ആകുമെന്ന് അവന് അറിയാം. എന്നാൽ ഈ 12 മണിക്കാവുമ്പോൾ വിളി തുടങ്ങും. പക്ഷെ പാവം ഇപ്പം അവൻ അതുപോലെ ഒന്നും കഴിക്കുന്നില്ല. മനപ്രയാസമായിരിക്കും. പക്ഷെ ശ്രീകുട്ടനും നീലും നേരെ തിരിച്ചായിരുന്നു. അവരെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വിളിച്ച് വിളിച്ച് ഊപ്പാട് വന്നാലും അവര് വരത്തില്ല. അമ്മാ മോ എന്തേ നീലും എന്തേ? സമയം ഒരുപാട് എടുക്കും ഇതിനിപ്പോൾ ശരിയാക്കി വരണമെങ്കിലേ. ഇതല്ലേ ഞാൻ പോയി അമ്മ വിളിച്ചോണ്ട് വരാം. അമ്മാ ഒരു പാത്രം എടുക്കും ഇത് കുടഞ്ഞിടാനായിട്ട്. മെല്ലനെ ഞാൻ പറയണ കേക്ക്. അതല്ലെന്ന് ഞാൻ ഇവിടെ ഒന്നാമത് വയ്യാതിരിക്കുക. ആ കട്ടിയല്ലേ എന്താടാ ഏ എന്താ ഇത് എന്താ പ്രശ്നം? എന്ത് വർഷം എന്തോ ഉണ്ടല്ലോ. എന്തോ ഉണ്ടല്ലോ ഒന്നുമില്ലല്ലോ. പിന്നെ നിന്നെ മുഖമൊക്കെ വല്ലാതിരിക്കണെന്ത്? കണ്ണൊക്കെ കലങ്ങിയിരിക്കണെന്താ? പൊടി പോയതെന്തോ ഇങ്ങനെ. അതെ, ഇത് പാറുവിന്റെ അടുത്ത് പറഞ്ഞ അവള് പോലും വിശ്വസിക്കൂല. പിന്നെയാണോ നീ എന്റെ അടുത്ത് പറയണേ? കളിക്കാതെ കാര്യം പറ. ഒന്നുമില്ല ചേച്ചി. എന്തോന്നടേ? ഞാനെ മുഖം നോക്കിക്കേ. ശരിയാണല്ലോ. എന്ത് പറ്റിയടാ? എന്ത് പറ്റേ? എന്ത് മുഖം ഒരുമാതിരി ഇരിക്കണ? മോഹം ഒരുമാതിരി ഇരിപ്പില്ലല്ലോ. മോഹം ചുമ്മാ ഇങ്ങനെയല്ലേ ഇരിക്കണേ, എപ്പോഴും ഇങ്ങനെയല്ലേ. പിന്നെന്തുവാ? ഒന്നും പറ്റിയിട്ടില്ല. എന്നാ എന്റെ പൊന്നുമോനൊന്ന് ചിരിച്ചേ. ഏ ചിരിച്ചേ, ചിരിക്കുന്നേ. എന്താടാ? ഞാൻ വന്നപ്പോഴേ ഇപ്പം ഫോണിൽ എന്തോ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ആരാണെന്നൊന്നും അറിയാൻ പാടില്ല. ആരൊക്കെയായിട്ട് എന്തോ കലിപ്പുണ്ട്. അതിനെ മുഖം ഇരിക്കണ കണ്ടില്ലേ, ഫുൾ ടെൻഷൻ അടിച്ചിട്ട്. നീ രാവിലെ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ല. അമ്മ അതേ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു. എന്ത് പിള്ളേരെ? ഒന്നുമില്ലമ്മ. എന്താണ് ഒരു നിഗൂഢത? ഒന്നുമില്ലമ്മ. ആണോ? ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യും. അവിടെ സവാളയും പച്ചവളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുക. ബിരിയാണി കഴിക്കണമെന്നല്ലേ പറഞ്ഞേ? ആണോ? ആ എന്നാ വാങ്ങോട്. മിഷീനൊന്നും അല്ല അവിടെ. അമ്മ ചെല്ലു, ഞങ്ങള് വരാം. അല്ലെങ്കിൽ അമ്മൂമ്മേനെ വിളിച്ചാൽ അമ്മൂമ്മ അടിപൊളിയായിട്ട് അരിയുമല്ലോ. ഓ, അമ്മൂമ്മനെ ഇവിടെ വരുത്തിച്ചത് ഇവിടെ ബിരിയാണി ഉണ്ടാക്കാനാണല്ലോ, ഇവിടുത്തെ പണിയൊക്കെ ചെയ്യിക്കാനാണല്ലോ. നമ്മളിപ്പോ വരാൻ 10 മിനിറ്റ് ഇപ്പൊ വരാം അങ്ങോട്ട്. നിങ്ങൾക്ക് എന്താ വന്നാലേ? വരാമ്മ. വന്നാ കുഴപ്പമെന്താന്ന് ഞാൻ ചോദിച്ചത്. അതാ പറഞ്ഞേ വരാമെന്ന്. വരവിട്ടില്ലെന്ന് പറഞ്ഞില്ലല്ലോ, വരാം. അമ്മ പോവമ്മ. ഇവിടെ ഒന്നുമില്ല. ചൂടാവണോ എൻ്റെ അടുത്ത്? അമ്മ പോവമ്മ, ഇവിടെ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞോ. വരാന്നിപ്പോ. ഓ അത് ശരി. അപ്പൊ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് എന്തോ കാര്യം ഇവിടെ നടക്കാനുണ്ട്. കുഴപ്പമില്ല, നടക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ഒന്നും ചെയ്തില്ലെങ്കിൽ ബിരിയാണി ഉണ്ടാവില്ല ഇന്ന്. അത് അങ്ങനെ തന്നെ ഇരിക്കും എല്ലാ സാധനം. നമ്മൾ വരാം. എല്ലാ കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് സംശയം. ഈ കാര്യം പറഞ്ഞ പ്രശ്നം തീരൂല്ലേ? ഒന്നുമില്ല, കോളേജില് ഒരു പ്രശ്നം, അത്രേ ഉള്ളൂ. കോളേജിൽ പ്രശ്നം. കോളേജിൽ ആരായിട്ട് എന്ത് പ്രശ്നം? കോളേജിലൊരു പ്രശ്നം. അത് ഞാൻ ഒന്ന് പുറത്തു വരെ പോയിട്ട്. അവൻ ഭയങ്കര ഡെസ്പാണ്. ഞാൻ വന്നപ്പോഴേ അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. കരച്ചിലിന്റെ വക്കത്ത് വരെ എത്തി. എനിക്ക് തോന്നുന്നു മെർലിനെ ആയിരിക്കും വിളിച്ചോണ്ടിരുന്നതെന്ന്. എന്തെങ്കിലും പ്രശ്നം കാണും. ഇതെന്തോ സീരിയസ് കാര്യമാണ്. അല്ലെങ്കിൽ അവൻ കരയേണ്ട അവസ്ഥ വരെ എത്തൂ. ബാ പോവാ, അല്ലെങ്കിൽ അമ്മയുടെ വരിക്കണ കേൾക്കും. അപ്പൊ തുടങ്ങിയാലോ? തുടങ്ങാം. എല്ലാം കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. അയ്യപ്പാ, അമ്മയ്ക്കറിയാലോ ബിരിയാണി ഉണ്ടാക്കാൻ. ഓ, നീ വെക്കുന്ന അത്ര നന്നാവത്തില്ല, അതുകൊണ്ട് നീ തന്നെ വെച്ചാൽ മതി. ആ ഇതിപ്പോ എൻ്റെ അല്ലേ കൊണ്ട് എല്ലാം ഇടാനുള്ള പ്ലാനാണ്. കേശു എവിടെ? അവൻ റൂമിൽ കിടക്കാന്ന് തോന്നുന്നുണ്ട്. ഗൗരി നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും. അവിടെ ഗൾഫില് ചില അവധി ദിവസങ്ങളിലൊക്കെ അല്ലേ നന്നായിട്ടുണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. അത് ഭർത്താവിന് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി. ചുമ്മാ തമാശ. ഞാൻ എന്തായാലും ഇത് കത്തിക്കട്ടെ. ഹെൽപ്പ് ചെയ്യണോ? ഹെൽപ്പ് ചെയ്യണോ? നന്ന് കത്തിക്ക്. അപ്പൊ വെക്കാണേ. യെസ്. ഓക്കെ. നീ എവിടെ പോണേ? ഇടയ്ക്ക് കയറാൻ വരണ്ട. പാചകം അത്ര വലിയ പരിചയമില്ലല്ലോ. അവിടെ നിന്നാ മതി. കുറച്ച് അകലം പാലിച്ചോ. കൊഞ്ച് വാങ്ങിച്ചോണ്ട് വരാൻ ഞാൻ വേണം. ഇപ്പൊ ഞാൻ പോണം. ആ കടയിലല്ലേ പോയുള്ളൂ, അല്ലാണ്ട് പാചകം ചെയ്യാനൊന്നും അതില്. ഓട്ടോ പിന്നെ മാമ വന്നേ വാ. അവൻ വരും. എവിടെ പോവാൻ? ഈ കൊഞ്ചിന്റെ മണം കേൾക്കുമ്പോൾ അവൻ വന്നോളൂ. പിന്നെ ശ്രീകുട്ട നീ എന്നോടോ? മണിക്കണേ കൊടുക്കും. വിളിച്ചിട്ട് എവിടെ അമ്മ? അതെ താഴെ ഇരിക്കുന്നത് താഴെ. അത് നമ്മൾ എല്ലാം കൊഞ്ച് വറുത്തതിൻ്റെ അല്ലേ? അതെ.
നെയ്യ് ഒഴിക്കാം. ഞാൻ വിചാരിച്ച് പാചകം തുടങ്ങുമ്പോഴത്തേക്ക് ഷോ അളിയന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും തുടങ്ങിയാണ്. മാറിക്കടാ നീ. വെറുതെ എന്തിനാ ചുമ്മാ മനസ്സ് പഠിപ്പിക്കണം ആദ്യം തന്നെ. രണ്ടുപേരും കൂടെ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഇവിടെ കിടന്ന് വഴക്കുണ്ടായിക്കണം. രണ്ടും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ. ആദ്യം മോന് കൊടുക്ക്. മോനാണ് ഇച്ചിരി കൂടുതൽ. മോക്കാണ് മുട. അത് രണ്ടിനും ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്തോന്നിത് അടിപൊളിയായിട്ട് പോകാനുള്ള ഒരു പരിപാടിയാണ്. എല്ലാം കൂടെ അടിപൊളിയാവും. ആദ്യം ഭർത്താവിനോട് മിണ്ടാണ്ടിരിക്കാൻ പറ. മസാല കേശു ഇവിടെ പോയി എന്നാലും പറയേ ഇപ്പൊ കേശു വിളിച്ചോണ്ട് വന്ന്. നമുക്ക് നോക്കാം. കത്തി അങ്ങോട്ട് ഇട്. ഇനിയിപ്പോൾ ഹോട്ടലിൽ തുടങ്ങുമ്പോഴേ ഷെഫിനെ കിട്ടിയില്ലെങ്കിൽ ആളുണ്ടല്ലോ. എന്തോ ഷെഫേ ആളുണ്ടല്ലോ. കുഞ്ഞെന്തായാലും ഒഴിഞ്ഞായിരുന്നോ? അമ്മ ഇവനെ അടക്കരുത്. അമ്മ ഇവനെ. എടാ നിന്നോടല്ലേ പറഞ്ഞ മിണ്ടാ നയിക്കാനേ. നിന്റെ വായ നടക്കി വെക്കാവാ. കേശു എന്തിയേ? അവൻ ഇതുപോലെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇവിടെ കറങ്ങി 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 നിൽക്കുന്നതാണല്ലോ. എവിടെ പോയവൻ? റൂമിലെന്തോ ഉണ്ട്. കേശുവേ അതേ വരുന്നു. എവിടെയാണോ നീ? കൂടെ പരിപാടി തുടങ്ങി. ഇത്രയും പേരില്ലേ, പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങളോട് പരിപാടി നടക്കട്ടെ, ഞാൻ അവിടെ അവിടെ നിന്നാ മതി. ഇവിടെ നല്ല നീ ഇതിന്റെ മണമൊന്നും കേട്ടില്ലായിരുന്നു. ഇപ്പൊ മറ്റേതൊക്കെ എടുത്തിട്ട് വരാം. ഉപ്പിങ്ങ എടുത്തേ. കുറച്ച് കുറച്ച് നേടാ കേട്ടോ. ആ മതി മതി മതി. അതിട്ടോ 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 മതി മതി. അതെ അത് മാറ്റാം. മാറ്റി അത് മാറ്റി. കെട്ടി വരിക അല്ല എൻ്റെ ഇടയിൽ പോയി കയറി പോകും. ബ്രോ നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? അല്ല ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വിചാരിച്ച് വന്നത്. അല്ല ബ്രോയ്ക്ക് എന്തിട്ട്? ഒന്നുമില്ല ബ്രോ. ഒന്നുമില്ലേ? ഒന്നുമില്ല, ചുമ്മാ എന്തിനാ ഇവിടെ നിൽക്കണേ? ഒന്നുമില്ല ബ്രോ, കുറച്ചു നേരം ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വിചാരിച്ചു. ഞാനും അങ്ങനെ തന്നെ വന്നത്. ഇതിപ്പം ബ്രോ ഒറ്റയ്ക്ക് ഇരിക്കണ സ്ഥിതിക്ക് ഞാനെന്നാ പോയേക്കാം. അല്ല ബ്രോ, കുഴപ്പമൊന്നുമില്ല, പോകുന്നു വേണ്ട ബ്രോ. എന്നാ പിന്നെ ബ്രോ കാര്യം പറ. അല്ല ബ്രോ, മൊത്തത്തിലാകെ പണിയിട്ടിരിക്കണേ ബ്രോ. പണിയിട്ടിരിക്കുക പറഞ്ഞാ ബ്രോയ്ക്ക് ഓൾറെഡി പണിയില്ലായിരുന്നോ? അല്ല ബ്രോ, ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ കോമഡി ഒന്നും അടിക്കല്ലേ ബ്രോ. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ജീവിതം ഡെസ്പായിട്ടിരിക്കണേ ബ്രോ. ജീവിതം ഡെസ്പാണ്. എന്ത് പറ്റി? പണിയെന്ന് പറഞ്ഞു വിട്ടാ? ഇല്ല ബ്രോ, ഡെലിവറി എടുത്തപ്പോൾ എന്തെങ്കിലും മാറിപ്പോയി അവിടുന്ന് ആൾക്കാർ എന്തെങ്കിലും എടുത്ത് തലക്കടിച്ചാ? അതൊന്നുമല്ല ബ്രോ. പിന്നെന്തുവാ? ചെറിയൊരു റിലേഷൻഷിപ്പിലായിരുന്നു ബ്രോ ഞാൻ. പോയാ? ബ്രേക്കപ്പ് ആയി ബ്രോ. പോയി. അപ്പോൾ അങ്ങനെ മൈൻഡ് ഫ്രീ ആക്കാൻ ഇരുന്നാണല്ലേ? അതെ ബ്രോ, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് തലക്ക് പ്രാന്ത് പിടിച്ചിട്ട് പോയ ബ്രോ. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായി. അല്ല ബ്രോ, നമ്മൾ ഈ ബ്രേക്കപ്പ് ആയെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നീ ഒറ്റയ്ക്കിരിക്കുക, അങ്ങനെ ഒറ്റയ്ക്കിരുന്നായിരിക്കും ഈ ഡിപ്രഷൻ്റെ സ്റ്റേജിലോട്ടൊക്കെ പോണത്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും കൂടുതലായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ നോക്കണം. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ? ബ്രോയ്ക്ക് മനസ്സിലായി ബ്രോ. ബ്രോ ഇപ്പോൾ പണിക്ക് പോകണില്ലേ? പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല ബ്രോ. വണ്ടി ഓടിക്കുമ്പോൾ മൊത്തം ഇതിൻ്റെ ചിന്ത മാത്രം. അപ്പോൾ അതുകൊണ്ട് വല്ല വണ്ടി ഇടിച്ച് ചാവുമെന്നാണ് എൻ്റെ പേടി. അല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മെലുവിന് ഒരിക്കലും അങ്ങനെ വണ്ടി എടുക്കരുത് കേട്ടോ. 2 ആഴ്ചത്തിന് വണ്ടി എടുക്കണ്ട. പകരം എന്തെങ്കിലും അത്ര അത്യാവശ്യമാണെങ്കിൽ ഓട്ടോ വല്ലതും വിളിച്ച് അങ്ങോട്ട് പോയാൽ മതി. അല്ല ശരി ശരി ബ്രോ, അല്ല ഇത്രയും സീരിയസ് ആയിട്ടും പറയണല്ല. സംഭവം എന്താണ്? സംഭവം എന്ന് വെച്ചാൽ എത്ര നാളായി ഇത്? എത്ര നാളായി? 2 വർഷമായോ കേശു? അതിലും 5 വർഷമായോ? ഇല്ല കേശു, അതിലും കൂടുതലാ കേശു. മൊത്തത്തിൽ 2 ആഴ്ച, 2 വീക്സ്. നിങ്ങൾ പിരിഞ്ഞിട്ട് 2 വീക്സാ? അല്ല ഇല്ല, ഞങ്ങൾ ഒന്നിച്ചിട്ട് 2 വീക്സ്. 2 വീക്കാ? യെസ് കേശു. വീട്ടിൽ പോടാ. ഏ എടാ പോടാ, എടാ വീട്ടിൽ പോടാ.
രണ്ടാഴ്ചത്തെ അവൻ റിലേഷൻഷിപ്പും കൊണ്ട് അവൻ ഇറങ്ങിയേക്കണ്. അതുകൊണ്ട് ബാക്കിയുള്ളവനെ പ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ഇറങ്ങിപ്പോടാ. എല്ലായിടത്തും അവഗണനയാണ് കേശു. അവഗണന ഞാൻ പോടാ കിട്ടിപ്പോടാ. കാരവേ ബാക്കിയുള്ളവന്മാരോട് അതിലും വലിയ പ്രാന്ത് പിടിച്ച് വരുമ്പോഴാ മറ്റവിടെ വിളിച്ചിട്ടാണെങ്കിൽ അവരുടെ പറയണില്ല, എടുക്കണമില്ല. ഏതവനാണോ എന്തോ പറഞ്ഞു കൊടുത്ത അവൻ്റെ മണ്ട അടിച്ച് ഞങ്ങൾ. ലച്ചുവേ ആ മല്ലിയും പുതിന ഇങ്ങ എടുക്ക്. ഒരു മിനിറ്റ് തട്ടല്ലേ നല്ല വണ്ണൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അത് കൈ കൊണ്ടാണ് നീ പ്രോൺസ് എടുക്ക്. പ്രോൺസ് പാറുവിന് കൊടുക്കണമെന്ന് പറഞ്ഞു. പാറു ഒരു വർഷം കഴിക്കാൻ തരും. പാല് കിട്ടോ? നോക്കമ്മ എന്ത് വാടാ ഉപ്പ് മതിയാ നോക്കണേ. ഉപ്പ് ഓക്കെ അമ്മ, ഉപ്പ് ഓക്കെ. ചൂട് ഉപ്പുണ്ട് ഉപ്പുണ്ടോ? കറക്റ്റ് ആണോ ഉപ്പ്? കറക്റ്റാ. ഉണ്ടോ? ഉപ്പുണ്ടോ? അപ്പോൾ ഓക്കെ, മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വെക്കാം. പൈസല്ലേ? ആ ഇതല്ലേ അമ്മ? ആക്കണം അമ്മ. വെച്ച് ചൂടുള്ളൂ, കുറച്ച് വെച്ചാൽ മതി. കേശു എന്ത് ചെയ്യേ? ശരിയാണല്ലോ. അവൻ പിന്നെ മുങ്ങിയാ? അവനെന്താ ഈ മുങ്ങി നടക്കണേ? വിളിച്ച മോളെ കേശു, ചേട്ടൻ മൊത്തത്തിൽ മൂഡ് ഓഫ് ആന്ന് തോന്നുന്നു. ആ പേപ്പറിലൊരു സാധനം പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്ക്. എന്താ? അതാണ് ഇതിന്റെ സീക്രട്ട്. സവോള വറുത്ത് മാറ്റി വെച്ചത്. അത് വേണമല്ലോ. എനിക്കകത്ത് വറുത്ത് ആറ് എന്തിനാണ് ഇങ്ങനെ വെക്കണേ? മൊത്തം നോക്കൂലേ? എനിക്കിഷ്ടമില്ലാത്തവരുടെ മുഖത്ത് ഞാൻ നോക്കാറില്ല. ഒരു 10 ഞാൻ വിളിച്ച് എന്നിട്ടാണ് എടുത്തത്. എടുക്കണം എന്ന് വിചാരിച്ചല്ല, അറിയാതെ എടുത്താ. ഇനി വിളിച്ചെടുക്കൂല. ഞാൻ വല്ല വിളിച്ചാൽ പറയാൻ കേട്ടോ, ചുമ്മാ ഒരു ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് പുല്ല് പറ. അടിക്കാൻ തോന്നുന്നുണ്ട് എന്നെ? അല്ലെങ്കിൽ എല്ലാവരും അടിക്കാൻ നടക്കാണല്ലോ. ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മൊത്തം അടിപിടി കുടുംബമാണ്. അടിയും പിടിയൊക്കെ അങ്ങനെ എന്തെങ്കിലും കാരണമായ കാര്യത്തിന് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ഇനിയും കാരണം കിട്ടിയാൽ അടിക്കുന്നു. എടോ മെർലിനെ, ഇന്നലെ കോളേജിലുണ്ടായതിന് ഞാൻ നിരപരാധിയാണ്. എൻ്റെ ഫ്രണ്ടിനെ എനിക്കൊന്നും കേൾക്കണ്ട. ഓ, എൻ്റെ കോളേജിൽ പഠിക്കുന്ന തൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് മാത്രമേ താൻ കേൾക്കുള്ളൂ. ഞാൻ പറയണൊന്നും കേൾക്കൂല, വിശ്വസിക്കത്തുമില്ല. മുമ്പ് വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. എന്താ പല്ലൊക്കെ കടിക്കുന്നത്? സത്യം പറയുമ്പോൾ എന്നൊന്നും തല്ലെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇത് മിക്കവാറും പറഞ്ഞു മേടിച്ചോണ്ടേ പോകുള്ളൂ. നോക്കിയോ, കണ്ട ദേഷ്യം കണ്ട? ഇതാ ഞാൻ പറഞ്ഞ നമ്മൾ തമ്മിൽ തെറ്റാവൂലെന്ന്. എനിക്ക് ചെവി കേൾക്കാം. സത്യം പറഞ്ഞ കേശുവിന് എനിക്കിപ്പോൾ പേടിയാ. ഇന്നത്തെ സംഭവം കഴിഞ്ഞ ഇവിടെയൊക്കെ അന്വേഷിച്ചു. ഗുണ്ടകളുമായിട്ട് അടി, ഓട്ടോക്കാരുമായിട്ട് അടി, നാട്ടിലെല്ലാവരുമായിട്ട് അടി, കോളേജിൻ്റെ എല്ലാ അടിക്കും നേതൃത്വം കൊടുക്കണം നീയല്ലേ? ഞാൻ പറഞ്ഞിട്ടും താൻ വാക്ക് വന്നിട്ടും സത്യം ചെയ്തിട്ടും ഒന്നും താൻ മാറിയിട്ടില്ല. തനിക്ക് മാറാൻ പറ്റൂല. ഇങ്ങനെ വില്ലനാവും നടക്കുന്ന ഒരാളുടെ കൂടെ ഒന്നും എനിക്ക് റിലേഷൻഷിപ്പ് താല്പര്യമില്ല. ഓ പിന്നെ പോ, ആരെങ്കിലും വേറെ കണ്ടു വെച്ചിട്ടുണ്ടോ? പൊക്കോ. ആ കണ്ട, മനസ്സിൽ പുറത്തോട്ടണ്ട. ഇതാ ഞാൻ പറഞ്ഞത് ശരിയാവില്ലെന്ന്. ശരിയാവില്ലെന്ന് വെച്ചാൽ ശരിയാവില്ല. ശരിയാവില്ലെങ്കിൽ പോടി ഇവിടുന്ന്. അല്ല പിന്നെ ഉള്ള എല്ലാം കുറച്ച് നാളായിട്ട് സഹിക്കണ ഈ ചാടാ. എങ്ങോട്ടേലും പോ, ഞാൻ പോണു.
വാ പിള്ളേരെ, വാ എല്ലാരും വാ. ഓടി വായോ 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 എല്ലാരും വായോ. ഗൗരി ലച്ചുവേ, ആ വരുന്ന കുഞ്ഞിരുന്നു. വാ കേശുവിനെ വിളിക്ക്. ലച്ചു എന്തിയാ ലച്ചു? ശ്രീകുട്ടാ, അമ്മ ഇരിക്കും, ഞാൻ വിളമ്പാം. ചേച്ചി ഇരിക്കും, ഞാൻ വിളമ്പാം. അവനോടെ പോയി. ശ്രീ, ഈ കേശു അവിടെ പോയി കിടക്കുന്നു. ready? ഇതൊന്ന് പ്രത്യേക പ്ലേറ്റാ നിനക്ക്. ഓ പ്രത്യേകം പ്ലേറ്റ്. വലിയ പ്ലേറ്റ് എടുത്തോണ്ട് വരും. എവിടെ ഇരിക്കുന്നു? അവിടെ ഇരുന്നോ. എവിടെ അവളെവിടെ? ലച്ചു. അറിഞ്ഞൂടാ, ഇത് രണ്ടും കാണണല്ലോ, ഇപ്പൊ വരുമായിരിക്കും. ഞാൻ വിളമ്പാം. കേശു ചേച്ചി വരുമായിരിക്കും. കഴിക്ക്. അമ്മ ഇരിക്കും. അമ്മ അമ്മ ഇരിക്കമ്മ. നല്ല മണം. അച്ഛനൊക്കെ അവിടെ അവൻ ഫോൺ ചെയ്തോണ്ട് ആ ഷെഡിനെ കൊണ്ട് പോണോണ്ട്. അങ്ങനെ വിളി. ലച്ചു വരുന്നേ. കഴിക്ക്. ഓ എനിക്ക് വേണ്ട മോളെ, ഇപ്പൊ വേണ്ട, പിന്നെ കഴിച്ചോളാം. കൈ കഴുകിട്ട് വരാം. എടാ നിനക്ക് എവിടെയാടാ നീ? എടാ ഇങ്ങോട്ട് വാ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നീ ആരെ വിളിച്ചോണ്ടിരിക്കണേ? പെട്ടെന്ന് വാ. അവന് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അവന് വെപ്രാളമായിരുന്നു. ഇപ്പൊ അവനില്ലേ കഴിക്കാൻ ആളില്ലേ. പക്ഷെ രാവിലെ അവനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവന്റെ മൂടൊക്കെ അങ്ങ് മാറി. എന്തോ ലച്ചു കഴിച്ചേ. ഗൗരി കഴിക്കണില്ലേ? ഇല്ല ചേച്ചി, ഞാൻ എല്ലാവരും കഴിക്കുമ്പോൾ കഴിക്കാം. എല്ലാവരും കഴിച്ചിട്ട് കഴിക്കോളാം. ചേച്ചി നമുക്ക് ഒരുമിച്ചിരിക്കാം. അമ്മ, ഓ ഞാനൊരാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെയുണ്ട്. ആരുടെ പറയാം. ആ എത്തിയല്ല. ഇവിടെ വാടാ, ഇരിക്കടാ. ഇവിടെ വന്നിരിക്കും. എന്ത് വേണ്ട അമ്മ, ഞാൻ പിന്നെ കഴിച്ചു. ആ വേണ്ടേ, കഴിക്കണ്ട, കൊടുക്കണ്ട. ആരിത് പറയണ? അതെ, മര്യാദ വന്നിരിക്കണം അവിടെ. അങ്ങോട്ട് പോയി. ആ കഴിക്കേ. അമ്മ അമ്മ ആ പറ. അടുത്ത നമ്മൾ എന്തുണ്ടാക്കും അമ്മ? നമ്മളിപ്പോ താളുകറിയായി, ബിരിയാണിയായി, മറ്റേ ഞണ്ടുകറിയായി, തലക്കറി വെച്ച്, ബീഫ് വെച്ച്. ചേച്ചി, എന്റെ അഭിപ്രായത്തിലേ മാസത്തിൽ ഒരു തവണയെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു ബെഡാക്കാന പരിപാടി വെക്കണം. അതായത് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കുറച്ചധികം ക്വാണ്ടിറ്റിയിലൊക്കെ വെച്ച് അല്ലേ, അടിപൊളിയായിരിക്കൂലേ? അടുത്തൊന്ന് നോക്കും. എന്താ വെക്കണ്ടേ? അടുത്ത് നമുക്ക് മട്ടൻ വെച്ചാലോ? ഓ വെക്കാം, മട്ടൻ വെക്കാം. അച്ഛൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. ആ ബാലു നന്നായിട്ട് മട്ടൻ വെക്കും. ഇതാര്? ഞാൻ വെച്ച് വരില്ലായിരിക്കുമെന്ന്. ആ ചേച്ചി കുറച്ച് വരാതിരിക്കാൻ പറ്റുമോ? ഇരിക്കുമോളെ, ഈ കൊച്ചു നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതല്ലയോ? ഓ ഇഷ്ടമാണോ ചെമ്മീൻ ബിരിയാണി? ആ എന്താ കഴിക്കുമോളെ? അമ്മയുടെ പാചക കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ആ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കാണെങ്കിൽ പ്രോൺസ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കണല്ലേ? കഴിക്കണോ? കഴിക്കാൻ പറ്റണില്ലേ? ഇറങ്ങണില്ലേ? ഉണ്ടമ്മ. വെള്ളം വേണോ? ഓ എക്സാം ഒക്കെ എങ്ങനെയുണ്ടായി? ആ എല്ലാം കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാതെ പോലെ. നമ്മളേ ഒരിക്കൽ അങ്ങോട്ട് വീട്ടിലോട്ട് വരും. കോട്ടയംകാരല്ലേ, നോൺ വെജൊക്കെ നന്നായിട്ട് വെക്കുമല്ലോ. സൺഡേ കാണാം കേട്ടാ. കഴിച്ചു വെള്ളം. Vanidam Margin Free Supermarket, a woman empowerment project of CFCICI and Central Bazaar. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.